നോക്കൂ ശ്രീ സത്യൻ, ഈ മണ്ഡലത്തിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ കടുത്ത മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നുള്ളതാണ് പരക്കെ നാട്ടിലുള്ള സംസാരം. പക്ഷേ എങ്കിലും നിങ്ങളൊരു പ്രധാനപ്പെട്ട മുന്നണിയായി കെ സുരേന്ദ്രനത്തിന് രാഹുൽ ഗാന്ധിക്കൊപ്പം വയനാട്ടിൽ മത്സരിക്കാൻ വിട്ടുകൊടുത്തതോടുകൂടി മത്സരത്തിൽ നിങ്ങൾ സജീവമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അറിയേണ്ടത് നിങ്ങൾക്ക് എന്തിന് വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. എന്തിന്? കാരണം മറ്റു രണ്ട് മുന്നണികൾ, എന്റെ ഇടതുഭാഗത്ത് രണ്ട് മുന്നണികൾ, ഒരാൾ 4 സീറ്റിനും മറ്റൊരാൾ 40 സീറ്റിനും, ഞങ്ങൾ 400 സീറ്റിനാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പറയാൻ 100 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുന്ന അതിലൊരു സംശയമില്ല. അപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് വരാം, പ്രതിപക്ഷ നേതാവായിട്ടും വരാം, അത് വരാം. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രിയായിട്ട് വരും, 100 ദിവസത്തെ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. 100 ദിവസത്തെ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. ഇവര് രണ്ടുപേര് ജയിച്ചു, 2 MLA-മാരാ, നിലവിൽ MLA-മാരാ. ഒന്ന് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവും. രണ്ടാമത്തെ ഇവർ രണ്ടുപേരും നമ്മളെ വാളയാർ അതിർത്തി കടന്നാൽ ഒന്നാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവര് കഴിഞ്ഞ 20 പേര് പോയിട്ടും പാർലമെന്റിൽ ഓരോ ചോദ്യം പോലും ചോദിക്കാതെ ഒന്നും ചെയ്യാതെ ഉള്ള അവസ്ഥയുള്ളത്. നിങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്തില്ലേ സാർ? ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം കാണാത്ത വിധത്തിൽ ചോദ്യം നിങ്ങൾക്ക് ഭയമല്ലേ സാർ? രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചതോടുകൂടി അദ്ദേഹത്തെ ലോക്സഭാംഗത്വം അയോഗ്യത കൽപ്പിച്ചില്ലേ സാർ? പാർലമെന്റിലെ നിയമത്തിന് വിരുദ്ധമായി ചെയ്ത പാർലമെന്റിലെ നിയമം ഉപയോഗിച്ച് തന്നെ പ്രവർത്തിക്കും. നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയുള്ളത്. അല്ലാണ്ട് കേരളത്തിലെ നിയമസഭ ചവിട്ടിപ്പൊളിച്ച ശിവൻകുട്ടീനൊക്കെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട അതല്ല ഇവിടെ ഉള്ളത്. നട്ടല്ലുണ്ട് ഇവിടെ, അവർക്ക് നടപടിയെടുക്കും. അല്ലാണ്ട് ആ കേസിനെതിരെ പിണറായി സർക്കാർ കോടതിയിൽ പോയി പിൻവലിക്കാൻ സുപ്രീം കോടതിയിൽ പോയി കാലഘട്ടമായത്. ആ സമയത്ത് നട്ടലുള്ള പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാര് തോന്നിവാസം കാണിച്ചാൽ നിയമപരമായി നേരിടും. ഒറ്റ ചോദ്യം, ഇലക്ടറൽ ബോണ്ട് വാങ്ങി 6060 കോടിയുടെ അഴിമതിയുമായിട്ടല്ലേ നിങ്ങളുടെ പാർട്ടി നിൽക്കുന്നതെന്ന് ഇവിടുത്തെ വോട്ടർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഞങ്ങള് കൃത്യമായിട്ട് മറുപടി പറയും. എന്ത് മറുപടി? എന്താണ് ഇലക്ട്രൽ ബോണ്ട്? എന്താ അഴിമതി? എന്താ അഴിമതി? കൈക്കൂലി? എന്താ എവിടാ രാഷ്ട്രീയമായ എന്തെങ്കിലും അഴിമതിയോ എന്തുണ്ടെങ്കിൽ സുപ്രീം കോടതി കണക്ക് കൊടുക്കോ? ഏതെല്ലാം പാർട്ടികൾക്ക് എത്ര രൂപ കൊടുത്തുള്ള കൃത്യമായ കണക്കുണ്ട്. ആര് കൊടുത്തു? ഇവിടുത്തെ പല സുപ്രീം കോടതി കൃത്യമായി കണക്കില്ലേ? ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ആർക്ക് കൊടുത്തു എന്ന് ആരും അറിയരുത്. അതാണ് ഇലക്ട്രൽ ബോണ്ട്. അല്ലല്ല, BJP കണക്ക് കൊടുത്തോ? BJP കണക്ക് കൊടുക്കുന്ന ആവശ്യപ്പെട്ടിട്ട് SBI ആദ്യ ഘട്ടത്തിൽ കൊടുക്കാൻ സമ്മതിച്ചോ? BJP നിങ്ങൾ കൊടുത്തോ? ഞങ്ങളല്ല കൊടുക്കണ്ടേ? വക്കീൽമാരാ കൊടുക്കേണ്ടത്. BJP ഒറ്റ ചോദ്യം, അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ പിടിച്ചകത്തിട്ടിരിക്കുന്ന അതേ കേസിലെ മുഖ്യപ്രതിയായ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ കയ്യിൽ 59 കോടി വാങ്ങിയത് BJP അല്ലേ? അരവിന്ദ് കെജ്രിവാളാണ് ഞങ്ങൾ അകത്തിട്ടല്ല. അരവിന്ദ് കെജ്രിവാൾ ഇവിടുത്തെ നിയമ സംവിധാനം അനുസരിച്ച് ED ആണ് അകത്തിട്ടത്. സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയല്ലോ, കിട്ടിയോ? അയാളൊരു മന്ത്രി 1 കൊല്ലമായി ജയിലിൽ കിടക്കുന്ന കിട്ടിയോ? എന്തുകൊണ്ടാ? നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ജയിലിൽ കിടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് 400 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന മോദിക്കായിരിക്കണമെന്നാണ് ഞങ്ങള് ഇന്ത്യയിൽ 543 സീറ്റിൽ മത്സരിക്കുന്നത് മോഡിയാണ് മത്സരിക്കുന്നത്. പ്രഫുൽകൃഷ്ണൻ അതിന്റെ പ്രതിനിധി മാത്ര. ഇന്ത്യയിലെ ജനങ്ങള് ഇവിടെ സർവേ നടന്ന സമയത്ത് 35% ആൾക്കാർ നരേന്ദ്രമോദിനെ പിന്തുണയ്ക്കാൻ ഈ കേരളത്തിൽ തയ്യാറാ. അങ്ങനെ കേരളത്തിൽ ഈ വടകരയിലും പിന്തുണയ്ക്കും. ആ നരേന്ദ്രമോദി വന്ന സമയത്ത് 2 സീറ്റ് കിട്ടുന്നു. ആ 2 ഒരു സീറ്റാണ്. അത് 0 നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് വ്യാഖ്യാനിക്കാം. ആ 2 സീറ്റ് പെട്ട ഒരു സ്ഥലമാണ് വടകരയും. അപ്പൊ എത്ര 2 കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 2 എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, 10ലധികം സീറ്റ്. ഇവിടെ UDF ജയിച്ചാൽ BJP-യിലേക്ക് വരുമെന്നാണോ നിങ്ങൾ കണക്കൂട്ടിയത്? BJP UDF ജയിക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുണ്ട്. ഇയാൾ ഓടുവോ? തൃശ്ശൂരേക്ക് ഓടുവോ? കഴിഞ്ഞ 5 കൊല്ലായിട്ട് ഒരു വികസന പ്രവർത്തനം നടത്താൻ മുരളീധരൻ ഓടണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ കാരണമുണ്ട്. ഒറ്റ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറ്റുള്ളവരിലേക്ക് പോകാം. പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയം വടകര ചർച്ചയാവൂലേ? 26% മുസ്ലിം വിഭാഗമുണ്ട്. പൗരത്വ ഭേദഗതി ബില്ല് ചർച്ചയാവണം. അതിന്റെ പേരിലാണ് ഇന്ന് തുടക്കം തന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ പ്രസംഗിച്ചു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളാ സംരക്ഷിച്ചത്. ഇന്ത്യയിൽ മൊത്തം വോട്ട് ചെയ്ത് 1% വോട്ട് കിട്ടാത്ത ഇവരാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം സംരക്ഷിക്കുന്നത്. ആണോ? പശ്ചിമ ബംഗാൾ പോയി, ത്രിപുരയിൽ പോയി, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആരാ സംരക്ഷിക്കുന്നത്? ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതാണ് ഭയം.